ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ട്രിമ്മറാണിത്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. ഏകദേശം 227 അങ്ങനെ എന്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനുള്ളിൽ കുറേ സാധനമുണ്ട് കേട്ടോ. സെറ്റാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ വളരെ മോശമാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാനിത് ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല സംഭവമാണ്. പിന്നെ ഇത് കയ്യിൽ കൊണ്ട മുറിയിലാണെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിരുന്നു, നിങ്ങളോട് പറഞ്ഞല്ലോ. ഓക്കെ, ഇതിൻ്റെ പാക്കിങ് തീരെ പോരാട്ടോ, കാരണം ഉള്ളിൽ മൊത്തം ടൈറ്റ് ആയിരിക്കുകയാണ്. നല്ല രീതിയിൽ ടൈറ്റാണ് ഈ സാധനം. ഓക്കെ, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു അതവരെ ഒരു കാർഡാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, നല്ല അടിപൊളി സാധനം തന്നെയാണ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ബ്ലേഡ്, പിന്നെ ഇതിനോട് ഒരു 4 ബ്ലേഡ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കണ്ടാൽ നമുക്ക് ഏതായാലും സാധനം പൊട്ടിച്ച് നോക്കാം. ഉണ്ടല്ലോ, പാക്കിംഗ് ഒക്കെ വളരെ മോശമാണ്. ഓക്കെ, വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ബോട്ടിൽ, ഈ ബോട്ടിലുണ്ടല്ലോ, ഇത് നമ്മളെ ഇതിൽ കൊടുക്കാൻ ഓയിലാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഓയിൽ. ഇതൊക്കെ തട്ടിപ്പാണ് കേട്ടോ. ഇതൊരു തുള്ളി ഇതിലുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, അതായത് ഇതിൻ്റെ ബാറ്ററിയാണിത്. ഓക്കെ, സാധാരണ നമ്മളെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ഇതൊക്കെ ഫേക്ക് ആണ് കേട്ടോ. ഇതിൽ ഇവിടെ ഈ കുറ്റി ഇങ്ങനെ ഓരോരോ തട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും വർക്കിംഗ് അല്ല, ഇത് വെറുതെ ഒരു പടം മാത്രമാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇതാണ് നമ്മളെ മെയിൻ സാധനം, ട്രിമ്മർ. ഓക്കെ, ഇതുപോലെ ഇവിടെ കാണിച്ചു തരാം എനിക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആരോ കടിച്ച് പറിച്ച് തിന്നതാണോ ഡൗട്ടുണ്ട്. കണ്ടല്ലോ, ബ്രഷിൻ്റെ പകുതിയൊന്നുമില്ല. എന്തായാലും നമുക്കിതൊന്നും ആവശ്യമില്ല. ഇവിടെ വേറെ ബ്രഷ് ഉണ്ട് കേട്ടോ, തന്നെ എടുക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്. കാണുമ്പോൾ എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും, പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ഇത് 1.5 mm ആണ്. കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല, പക്ഷെ ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ 1.5 mm ബ്ലേഡാണ്. അതുപോലെ തന്നെ ഇത് 3 mm ബ്ലേഡാണ്. ഓക്കെ, ഇതും 3 mm ആണ്. ഇത് രണ്ടും ഒരേപോലത്തെ ആണെന്ന് തോന്നുന്നു. ഇത് 4 mm കേട്ടോ. ഇത് 4 mm ആണ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഇവിടെ വെക്കാം. ഇതുമാതിരി ഇങ്ങനെ വെച്ച് ഇതിലത്തെ ഇങ്ങനെ ഇതുപോലെ ആണ് ടൈറ്റ് ചെയ്യൽ. ഓക്കെ, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ട്രിമ്മർ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ട്രിമ്മറാണ്, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ബാറ്ററിയും കൂടി ഇട്ടാൽ അതിനെക്കാട്ടി നല്ല വെയിറ്റ് വരും. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ജസ്റ്റ് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാറ്ററി ഇതിലേക്ക് ഇടാൻ പറ്റും. നമുക്കിതിന് ബാറ്ററി റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തീരെ വെയിറ്റില്ലാട്ടെ ഈ ബാറ്ററി. തീരെ വെയിറ്റില്ലാത്ത ബാറ്ററിയാണ്. പക്ഷേ ഇത് എൻ്റെ അടുത്തുള്ള ബാറ്ററി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം അത് ലാപ്ടോപ്പിൻ്റെ ആണ്. ഇതിലുള്ള എനിക്കൊരു മോട്ടർ കാണാൻ പറ്റും, ഗ്രീൻ കളർ. അതല്ലോ, ജസ്റ്റ് ഈ സാധനത്തേക്ക് ഇത് പോസിറ്റീവ്, അതുപോലെ നെഗറ്റീവ് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സാധനം ഇതുമാതിരി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ സംഭവം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ചാർജ് ഉണ്ട് കേട്ടോ. നമുക്ക് ചാർജിങ് കൂടി വെക്കണം. ജസ്റ്റ് നമുക്കൊരു ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ നമ്മളെ ട്രിമ്മർ വർക്ക് ചെയ്യും. എനിക്കിപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നമ്മളെ ട്രിമ്മർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. കൈ വെച്ചാൽ മോറിയിലാട്ടോ. അതല്ല, കൈക്ക് തട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കൈ മൊത്തം വൈബ്രേഷനാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിത്
താടിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മുറിയാൻ ചെയ്യില്ല കേട്ടോ, അതൊന്നും പേടിക്കൊന്നും വേണ്ട. നല്ല അടിപൊളി സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലേഡ് ഇത് ഓരോരോ അങ്ങനെ വെച്ച് ആക്കേണ്ടതാണ്. എന്തായാലും ഉപയോഗിക്കാൻ അറിയില്ല കേട്ടോ, കാരണം ഞാൻ ബാർബറൊന്നുമല്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ ഓരോ ബ്ലേഡിനൊക്കെ ഓരോ ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ മുടി കട്ട് ചെയ്യുമ്പോൾ ഓരോരോ ടൈപ്പിൽ കട്ട് ചെയ്യുന്നതാണ് തോന്നുന്നു. അതൊക്കെ എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വാങ്ങി ഉടനെ തന്നെ നമ്മൾ മുടിയൊന്നും വെച്ച് ടെസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ ഉള്ള മുടിയും ഇല്ലാതാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കയ്യിൽ തട്ടി മുറിയുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം ആകെപ്പാടെ കുറച്ചേ മുടിയില്ല, അതും കൂടി കട്ട് ചെയ്താൽ പണിയാവും പിന്നെ. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും നമ്മളെ ട്രിമ്മർ അടിപൊളിയാണ്. ഇപ്പോൾ നല്ല വെയിറ്റ് ആയി, ബാറ്ററിയും കൂടി ഇട്ടല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ആയി. ഓക്കെ, പിന്നെ ഇത് കഴുകാനൊക്കെ പറ്റുന്നതാണ് പറയുന്നത്. അതായത് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകാൻ പറ്റുന്നതൊക്കെയാണ് പറയുന്നത്. നല്ല സംഭവം നമുക്കറിയില്ല, കഴുകിയൊന്നും വേണ്ട കേട്ടോ, ചിലപ്പോൾ അടിച്ചു പോകും. നമ്മളെ മോട്ടറിൻ്റെ ഒരു എന്താ പറയുക ഷാഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ അയക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ ഈ ബ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണ്, ബ്ലേഡും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ എവിടെയോ കൊടുക്കാനാണ് ഈ ഓയിൽ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, നമ്മൾ ട്രിമ്മർ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ ബാറ്ററി കേസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി കേസ് തന്നെയാണ്. ഇത് ഞാൻ കുറേ കാലമായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ കിട്ടി. നമ്മളെ ബാറ്ററി ഇടേണ്ട സംഭവമാണ്. ഇവിടെ കുറേ ബാറ്ററി ഉണ്ട്, നമുക്ക് അതൊക്കെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 5 വോൾട്ടാണ് കേട്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. 5 വോൾട്ടാണ്. 5 വോൾട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ടൈപ്പ് അല്ല കേട്ടോ, സി ടൈപ്പിലേക്ക് കണക്ട് ചെയ്യരുത്. കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സി ടൈപ്പ് 9 വോൾട്ടാണല്ലോ, ചിലപ്പോൾ അടിച്ചു പോകും. ഇതൊന്നും വെയിറ്റില്ല കേട്ടോ, തീരെ വെയിറ്റില്ല. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ട്രിമ്മർ എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്ക് അടിക്കുക കേട്ടോ. ഇതിൻ്റെ ബട്ടൺ നല്ല അടിപൊളി ബട്ടനാണ്. മൊത്തം ഇത് മെറ്റലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഒന്നും കൂടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്കിപ്പോൾ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. അതല്ലോ, നല്ല അടിപൊളി ട്രിമ്മറാണ്. പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മുടിയൊക്കെ ഇതുപോലെ ഇതേ കുറേ ടൈപ്പിലൊക്കെ ആക്കാൻ കാണാൻ പറ്റുന്നുണ്ടോ അറിയാം. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, കണ്ടല്ലോ, ഒരുപാട് ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിൽ. നമ്മളെ മുടിയൊക്കെ ഇതുമാതിരി കട്ട് ചെയ്യാം. പക്ഷേ ഇതുപോലെ കട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് ഈ ബ്ലേഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബ്ലേഡ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുടി അങ്ങനെ നല്ല രീതിയിൽ കട്ടാവില്ല. ജസ്റ്റ് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെ ഇതുണ്ടല്ലോ ബാർബർ കട്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ചെറിയൊരു കട്ട്, ചെറുതാക്കല് മാത്രം. അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിക്കൽ മാത്രം. പിന്നെ ഈ ബ്ലേഡ് ഇത് മാത്രം, ഈ ഒരു സംഭവം മാത്രം ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയെ പോവും. അതായത് ഫുള്ള് എന്താ പറയുക, നമ്മളെ സ്കിൻ കാണുന്ന ഭാഗത്തിന് പോവും മുടി. അതായത് ഏകദേശം കാശണ്ടിയാവുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലെ പോവും മുടി. അപ്പോൾ ഇതിൻ്റെ കുറേ റിവ്യൂ ഒക്കെ ഞാൻ നോക്കി, പക്ഷേ എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് വാങ്ങിയത് മുടി ജസ്റ്റ് ഷേപ്പാക്കാൻ, അതുപോലെ തന്നെ താടി മീശയൊക്കെ ഒന്ന് ലെവലാക്കാനൊക്കെയാണ് വാങ്ങിയത്. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്, നല്ല സാധനം തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആമസോണിലാണ് ഏകദേശം 400 രൂപയാണ് വില വരുന്നുണ്ട്. നമ്മൾ മീഷോയാണെന്ന് വില കുറച്ച് തന്നതാണ്. അപ്പോൾ മീഷോയാണ് ഞാൻ അധികം ഇപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്, ആമസോണിൽ നല്ല കേട്ടോ. ആമസോണിൽ ഭയങ്കര വിലയാണ്. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു സംഭവം ചാർജിങ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതല്ല കേട്ടോ ചാർജ്, ഇത് സി ടൈപ്പാണ്. ഇത് എൻ്റെ ഫോണിൻ്റെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യണം. നല്ല ടൈറ്റ് ആണ് കാണാം. ഇത് നല്ല ബാക്കപ്പ് ഉണ്ട്, പക്ഷേ 4 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. 1 മണിക്കൂറാണ് ചാർജിങ് ടൈം. എന്തായാലും ഈ ബാറ്ററിക്ക് നല്ല ബാക്കപ്പ് ഉണ്ട് കേട്ടോ, ശരിക്കും നല്ല ബാക്കപ്പ് ഉണ്ട്. കാരണം ഈ ബാറ്ററി ടൈമോ ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ട്. ഇതുണ്ട്, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതുമാതിരി ഇടാം. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു കെട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചിങ്ങനെ അയച്ചു കൊടുക്കുക. എന്നാവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇത് വെക്കുക. അതിനുശേഷം ഞാൻ ചാർജർ എടുത്തിട്ടുണ്ട്, ഇതാണ് ചാർജർ. ഓക്കെ, 5 വോൾട്ടിനാണ്.
മാത്രമേ ഉള്ളൂ. 5 വോൾട്ടിൻ്റെ ചാർജറാണ് സാംസങ്ങിൻ്റെ. ഏതായാലും കുഴപ്പമില്ല, 5 വോൾട്ടിൻ്റെ ചാർജർ മതി. ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. ഇതുപോലെ റെഡ് ലൈറ്റ് മാത്രമാണ് കത്തുന്നതിനുള്ളിൽ. ഞാനിത് കാണുമ്പോൾ വിചാരിച്ചു ഇതിലിങ്ങനെ ഓരോ കുറ്റി ഇങ്ങനെ കയറി നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ഇല്ലേ അതുപോലെ വരുന്ന വിചാരിച്ചത്, പക്ഷേ അതുപോലെ ഒന്നല്ല. ഓക്കെ, സംഭവം അടിപൊളിയാണ്, നല്ല രീതിയിൽ ചാർജ് ആകുന്നുണ്ട്. പിന്നെ ഫുൾ ചാർജ് ആയാൽ എനിക്ക് തോന്നുന്നുണ്ടേ ഗ്രീനാണെന്ന് തോന്നുന്നു ഫുൾ ചാർജ് ആയാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇത് ചാർജ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, അതുവരേക്കും ബൈ. അപ്പോൾ നമ്മൾ ട്രിമ്മർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് വാങ്ങാനല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിക്കോളൂ, സംഭവം അടിപൊളിയാണ്, എന്തായാലും യൂസാണ് സംഭവമാണ്. പിന്നെ ഇത് വാങ്ങിയ പാടെ തന്നെ പൊട്ടിച്ച് യൂസ് ചെയ്യരുത്, കാരണം നമ്മളെ മുടി അറിയാണ്ട് കട്ട് ചെയ്യരുത്, ചിലപ്പോൾ ഫുള്ള് മുട്ടയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്നും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, അതുവരേക്കും ബൈ.